ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം, ആ സ്ത്രീ അവൾ പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ച് അവിടെ വെച്ചിട്ടുണ്ടെന്ന്. അപ്പം ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്നൊരു പ്രോസസ്സിനെ ഇവിടുത്തെ കുറേ ആശുപത്രികളും വന്ന് ഇവിടുത്തെ കുറേ രക്ഷകർത്താക്കളെ ഇതിങ്ങനെ പ്രഷർ കയറ്റി വെച്ച് അതോടുകൂടി ആദ്യ കയറി പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ തന്നെ എനിക്കെന്തോ മാരക രോഗമാണെന്നൊരു പെൺകുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് ഇതിനെ ഇങ്ങനെ പേടിപ്പിച്ച് 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 9 മാസം ഇതിന് പ്രസവിക്കാനും പറ്റാതെ സിസേറിയനുമായി ആകെ കോംപ്ലിക്കേറ്റഡ് ആക്കി വയ്ക്കും. പണ്ട് ആരൊക്കെയോ കുറെ വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞു എന്ന് വിചാരിച്ച് ഇന്നത്തെ തലമുറയിൽ പെടുന്ന ആൾക്കാര് അതും പൊക്കിപ്പിടിച്ചുകൊണ്ട് അതും വേദവാക്യമായി എടുത്തുകൊണ്ട് സമൂഹത്തിൽ അറിയപ്പെടുന്നതും ഉന്നതിയിലുമായ ആൾക്കാർ ഇതൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം തന്നെയാണ്. ഇതുപോലുള്ള വിഡ്ഢിത്തരങ്ങളൊക്കെ വിളിച്ചു കൂവുന്നത് ഒന്ന് നിർത്തിക്കൂടെ അഖിൽമാരാരെ? പണ്ട് ഏതോ ഒരു വിവരമില്ലാത്തവൻ പറഞ്ഞാണ് ഈ അരി ഇടിക്കാൻ വേണ്ടി പോയപ്പോൾ ഉണ്ടായ കഥ. അതായത് നമ്മുടെ മാരാരെ അണ്ണൻ പറഞ്ഞ കഥ. സ്ത്രീകളെ എൻജോയ് ചെയ്യാണത്രേ. അന്നൊരു കാര്യം ചെയ്യാം, ഇനി മുതൽ സ്ത്രീകൾക്ക് എൻജോയ് ചെയ്യണം എന്ന് വിചാരിക്കുമ്പോഴത്തേക്കും പോയിട്ട് 1 2 പ്രസവം എടുത്തേക്കാം. അതല്ലേ എൻജോയ്മെന്റ്? ഈ അഖിൽമാരാറിന്റെ ഭാഷയിൽ പറയുന്ന എൻജോയ്മെന്റ് അങ്ങനെയല്ലേ? അഖിൽമാരാറിന്റെ മക്കളും ഇതുപോലെ തന്നെ ആയിരിക്കും അല്ലെ? അതുപോലെ തന്നെ എന്റെ മറ്റൊരു പ്രതീക്ഷ എന്താന്ന് വെച്ചാൽ അഖിൽമാരാറിന്റെ 2 പെൺമക്കളിലാണ്. കാരണം മാരാറണം പറഞ്ഞത് എന്താ, വീട്ടിലിരുത്തി വരെ പ്രസവം നടത്താം എന്ന രീതിയിലാണ് അണ്ണൻ സംസാരിച്ചു തന്നേക്കണത്. അണ്ണന്റെ കുടുംബത്തിൽ ഇപ്പൊ രാജലക്ഷ്മിയുടെ പ്രസവം ഇങ്ങനെയായിരുന്നോ? അതായത് ഈ 2 പെൺമക്കൾ ഉണ്ടായിട്ടുണ്ടല്ലോ, അപ്പൊ അന്നേരം പോയിട്ട് ഈ അരി ഇടിച്ചിട്ടാണോ പ്രസവങ്ങളൊക്കെ നടത്തി പോകുന്നത്? അപ്പോൾ അണ്ണന്റെ 2 പെൺമക്കളുടെയും പ്രസവം നടക്കാൻ പോകുന്ന വീട്ടിൽ തന്നെ ആയിരിക്കും ഈ അരി ഇടിച്ചും അതൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും പ്രസവം നടത്താൻ പോകുന്നത്. ഈ മാരാറിന്റെ ഈ വിഡ്ഢിത്തരങ്ങൾ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരറിയേണ്ട കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞേക്കാം. പണ്ട് കാലത്ത് ഒരു 1000 കുഞ്ഞുങ്ങൾ ജനിക്കാൻ നേരത്ത് ഒരു 100 കുഞ്ഞുങ്ങളോളം മരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രസവശേഷം മരിക്കുന്ന സ്ത്രീകളും അതായത് അമ്മമാരും ഉണ്ട്. അണ്ണന്റെ വിചാരം ആകാശത്തിന് കീഴിലുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും അണ്ണന് നല്ല അറിവുണ്ടെന്നാണ്. എന്റെ പൊന്നണ്ണ, ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാൻ നേരത്ത് കുറച്ചെങ്കിലും ഒന്ന് അറിഞ്ഞിട്ട് വേണ്ടേ ഇങ്ങനെയുള്ള ഓരോ വിഡ്ഢിത്തരങ്ങൾ വിളിച്ചു കൂടിക്കൊണ്ട് വരാനായിട്ട്. അതുപോലെ തന്നെ അണ്ണൻ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത് ഈ നമ്മുടെ ഡെലിവറി ടൈം, അതായത് പ്രസവ സമയം എന്ന് പറയുന്നത് ഭയങ്കര എൻജോയബിൾ ഡേയ്സ് ആന്ന് പറയുന്നുണ്ട് മാരാറ്. അതെങ്ങനെ മാരാറെ ഒരു എൻജോയബിൾ ആവുന്നത്? ഏത് സ്ത്രീയാണോ ഒരു ഛർദിയോ ഒരു ശരീരത്തിന് ഒരു രീതിയിലുള്ള അസ്വസ്ഥതയും ഇല്ലാതെ കടന്നു പോകുന്ന സുഖപ്രസവം, അതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. സുഖപ്രസവം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എന്താണ്? ഇതും ഒരു സ്ത്രീയെ വേദനയില്ലാതെ പ്രസവിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ചരിത്രം ഉണ്ടോ? വേദന അനുഭവിക്കാതെ പ്രസവിക്കുന്ന ഏതെങ്കിലും ഒരു സ്ത്രീ ഉണ്ടാവുമോ? ഈവൻ സിസേറിയൻ ആണെങ്കിൽ പോലും വേദനയുണ്ട്. പ്രസവം കഴിഞ്ഞിട്ടാണെങ്കിലും പ്രസവത്തിന് മുൻപാണെങ്കിലും വേദനയുണ്ട്. ഒരു സ്ത്രീ സിസേറിയൻ സെക്ഷനിലോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് പല സാഹചര്യങ്ങൾ കൊണ്ടാണ് ഒരു സിസേറിയൻ സെക്ഷനിലോട്ട് പോകുന്നത്. ആ സിസേറിയൻ സെക്ഷൻ കഴിഞ്ഞാൽ പോലും ആ സ്ത്രീക്ക് വേദനയും കാര്യങ്ങളെല്ലാം ഉണ്ട്. സ്റ്റിച്ചിന്റെ വേദന, അങ്ങനെ പല രീതിയിലുള്ള വേദനകളുണ്ട്. ആരാണ് ഈ മണ്ടത്തരം പറഞ്ഞത്? സത്യം പറഞ്ഞാൽ ഈ സുഖപ്രസവം എന്ന് പറയുന്നത്, ഒരു നോർമൽ ഡെലിവറി ആയിട്ടുള്ള ഒരു സ്ത്രീ പോലും പ്രസവാനന്തര വേദന അനുഭവിക്കാതെ ഒരു കുഞ്ഞും ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്നില്ല, ഒരു അമ്മയും പ്രസവിക്കുന്നുമില്ല. അന്നത്തെ കാലത്തെ ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റും അതുപോലെ തന്നെ നമ്മുടെ അമ്മമാരുടെ ദുരവസ്ഥയൊക്കെ ഒരുപാട് മാറി. പണ്ടത്തെ കാലത്ത് ഒരുപാട് ഒരുപാട് മാറി. ഇന്ന് വളരെ കുറഞ്ഞ സംഖ്യയിലാണ് ഇതൊക്കെ വന്ന് നിൽക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകണം എന്ന രീതിയിലാണ് ഈ മാരാറ് ഇന്ന് വന്ന് ഈ വിഡ്ഢിത്തരങ്ങൾ, അതായത് എന്താ ഇയാളെയൊക്കെ പറയണ്ടത് ഈ ഭാഷയിൽ വന്ന് പറയണത്? സുഖപ്രസവം എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നിനെയല്ല, അമ്മയ്ക്കും കുഞ്ഞിനും ഒരു കുഴപ്പവും ഇല്ലാതെ, അതായത് ഒരു ഹെൽത്ത് ഇഷ്യൂസും ഇല്ലാതെ കിട്ടി എന്നതാണ് സുഖപ്രസവം എന്ന് ഉദ്ദേശിക്കേണ്ടത്. അല്ലാതെ സുഖപ്രസവം എന്ന് പറയുന്നത് വേദന ഇല്ലാതെ പ്രസവിച്ചു എന്നല്ല. എന്തായാലും മെയ് 4-ാം തീയതി ഒന്ന് പെട്ടെന്നായി ഇദ്ദേഹത്തിന്റെ വോട്ട് റിസൾട്ട് ഒന്ന് കാണാൻ വേണ്ടിയാണ് ഇപ്പൊ ഞാനൊന്ന് കാത്തിരിക്കുന്നത് തന്നെ. ഇതുപോലുള്ള വിഡ്ഢികൾക്ക് ആരാണ് വോട്ട് കൊടുത്തതെന്നൊക്കെ നമുക്ക് അറിയണ്ടേ? അതറിയാൻ സാധിക്കില്ലെങ്കിലും എത്രണ്ണം കിട്ടിയെന്നെങ്കിലും ഒന്നും അറിയണ്ടേ?